നമ്മളെ റൂമിൽ നിന്ന് ഇപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയ കേട്ടോ. കളറ് കണ്ടെങ്കിൽ അതായത് ഞാൻ വാച്ച് കെട്ടുന്ന എൻ്റെ വാച്ച് കെട്ടിയ സ്ഥലമാണിത്. അതായത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ആ കളറ് മാത്രം അവിടെ അങ്ങനെ ഉണ്ട്. ബാക്കി കംപ്ലീറ്റ് ഉണ്ടാവും. കളറിൽ വലിയ കാര്യമൊന്നുമില്ല, കംപ്ലീറ്റ് ഇതേപോലെ ഉള്ള കാഴ്ചകളുണ്ടാവും. റൂമിലിരുന്ന് പോസ്റ്റായപ്പോഴേ നൈസായിട്ട് ഇങ്ങനെ ഇറങ്ങണം. ഞാൻ കടലിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ്. സത്യത്തിൽ മഞ്ഞും മലയും അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക മരുഭൂമി എന്നല്ല, കടലിൻ്റെ അകത്തളങ്ങളുണ്ടല്ലോ സംഭവം. ലോകത്തിലെ വേൾഡിൽ വേൾഡിൻ്റെ എർത്ത് പറയാം. അതായത് ദുനിയാവിൽ കൂടുതലുള്ളത് കടലാണ് അല്ലേ. കര വളരെ കുറച്ചാണ്. പക്ഷെ 100 കഴിയുമ്പോഴത്തേനേ നമ്മളൊക്കെ അതേപോലെ അതിൻ്റെ അടിയിലേക്ക് പോകും. ഇതിൻ്റെ അടിയിൽ ഇഷ്ടം പോലെ ഇപ്പം നമ്മൾ സ്നോർക്കലിങ്ങും അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ പോയിട്ട് ഇല്ലീഗലാണ്, പറയാൻ പാടില്ല. ഇതിൻ്റെ ചില ഏരിയകളിലൊക്കെ പോയിട്ട് നമ്മൾ സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ കടലിൻ്റെ അടിയിൽ ഇഷ്ടം പോലെ ഇതുണ്ട്. ഓരോ നമ്മളെ പേടിപ്പെടുത്തുന്ന ഓരോ സംഭവങ്ങൾ. ഈ പഴയ ചരക്ക് കപ്പലുകൾ, അതുപോലെ ചരക്ക് കപ്പലിൻ്റെ അതായത് പല പല രൂപങ്ങൾ. നമുക്ക് ചില സമയത്ത് നമ്മളിങ്ങനെ അപ്പം ആ ഒരു സമയത്ത് നമുക്ക് പേടിയ കാര്യങ്ങൾ, പക്ഷെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇതും ഇവിടെ ആളുകൾ ജീവിച്ചിരുന്നല്ലോ എന്ന് തോന്നുക ചില സമയങ്ങളിൽ നമുക്ക്. കാരണം കടലിൻ്റെ അടിയിൽ ആ രീതിയിൽ ഇപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് നമ്മളൊരു സ്ഥലം നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലം പെട്ടെന്ന് എന്താണ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോവുകയാണ്. പിന്നെ കാലങ്ങളായിട്ടും പിന്നെ ആ സ്ഥലം കടലായിട്ട് മുദ്ര കുത്താണ് എന്നതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നൂഹ് നബി, ഇപ്പോൾ മുസ്ലിം മതവിശ്വാസപ്രകാരം പ്രൊഫറ്റ് നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനതയെ, അതായത് ധിക്കാരികളായിട്ടുള്ള ജനതയെ കപ്പൽ മുക്കിക്കൊന്നു എന്നാണ് പറയുന്നത്. കപ്പലിൽ അതായത് പിന്നെ ചില സമുദായങ്ങളെ കീഴ്മേൽ മറിച്ചു. പിന്നെ വെള്ളം നോക്കി. പിന്നെ ചില സമുദായങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അബാബീൽ എന്ന പക്ഷി അറിയോ, അൽഫീൽ സൂറത്ത് ഖുറാനിൽ ഫീൽ എന്ന സൂറത്തുണ്ട്. ഫീൽ എന്ന ആന, അബാബീൽ പക്ഷികളെ കുറിച്ച് സൂറത്തിൽ ഫീലാണ് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ദുനിയാവ് വേറെതാണ്. ഞാൻ ഇപ്പം തിന്നത് കടലയാണ്, പച്ചവെള്ളമാണ് കുടിച്ചത്. ഫിലോസഫി പറയുമ്പോൾ വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കട്ടെ. ഞാൻ വന്നപ്പോൾ ഇത്ര കടലിൽ വെള്ളം കയറിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ കടലിൽ വെള്ളം കയറി നോക്കി. ഈ കടലിനൊക്കെ ഭംഗി നോക്കി. കടലിൽ കായം കയറി അറിയില്ല. അതൊരു ഇവിടുന്ന് ഇങ്ങനെ കാണാൻ അറിയില്ല. എന്താ ബ്യൂട്ടി അറിയോ, അടിപൊളിയാണ്. പറഞ്ഞാൽ എന്തായാലും കണ്ണുകൊണ്ട് കാണുന്ന ഒരു ഭംഗി ക്യാമറ കൊണ്ട് കിട്ടൂല ഇല്ലല്ലോ. സംഭവം അതൊക്കെ സംഭവം. ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇതേപോലെ നമുക്ക് ജഹാദുണി ഇതേപോലത്തെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പം എന്തായാലും നിങ്ങൾ ലക്ഷദ്വീപിൽ കഴിഞ്ഞ തിരമാല നോക്കി, അവിടെ മാത്രം തിരമാല വരുന്നുണ്ടോ, എങ്ങനെ ഇതാവും. അതായത് നമുക്ക് വേറെ സാധനം ഉണ്ടോ, കടലിൻ്റെ കടലിൽ നമ്മൾ റൈഡ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ തരുമോ. പക്കങ്ങൾ കടലിൽ പോയ ആളുകൾക്ക് അറിയാൻ പറ്റും. കംപ്ലീറ്റ് റൗണ്ട് പോലെ ഒരു കെറിവ് പോലെ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. അതായത് കംപ്ലീറ്റ് ചുറ്റും നടുക്കടലിൽ പോകുന്ന സമയത്ത് ശരിക്കും കടൽ ഫുള്ള് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരേപോലെയാണല്ലോ. അങ്ങനത്തെ ഒരു പേര് അറിയല്ലോ, ട്രാൻസ്പെറൻസി അല്ല കിട്ടില്ല. അപ്പോൾ നമുക്ക് കടലിൻ്റെ നടുവ് പോകുമ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ട് ഫീൽ ചെയ്യും. വേൾഡിൽ എവിടെ പോയി നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ലല്ലോ. കരയിൽ നമുക്ക് എനിക്ക് തോന്നുന്നില്ല, കടലിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കൂടെ വന്ന വേറെ ആൾക്കാർക്കും തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ വന്ന് ഇങ്ങനെ ആ ഒരു ഭൂഗോളത്തിൻ്റെ ഷേപ്പ് നമ്മുടെ മനസ്സിലിങ്ങനെ വരും. അപ്പോൾ നമുക്കൂടെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. വെള്ളം കാലിൽ നനഞ്ഞു കഴിഞ്ഞാൽ ആകെ പേര് ഉപ്പും ചോദിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.